We have another problem. Find all Laurent series of f of z equal to minus 1 divided by z minus 1 into z minus 2 about z equal to 0. So, first നമ്മൾ ചെയ്യേണ്ടത് f of z നെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈനസ് 1 ബൈ z minus 1 into z minus 2 that's equal to a by z minus 1 plus b by z minus 2. Then a into z minus 2. a into z minus 2 plus b into z minus 1 divided by z minus 1 into z minus 2. The denominators are equal. Therefore, by equating the numerators, minus 1 equal to a into z minus 2 plus b into z minus 1. To find the values of a and b, put z equal to 1, that implies minus 1 equal to minus a, that implies a equal to 1. Then put z equal to 2, we get minus 1 equal to b, that is b equal to minus 1. Therefore, f of z equal to a by, that is 1 by z minus 1 plus minus 1, that is minus 1 by z minus 2. This is f of z. Then this f of z is analytic except at z minus 1 into z minus 2 equal to 0. That is z equal to 1 comma 2. That is f of z, z equal to 1, z equal to 2 എന്നീ പോയിന്റ്സിൽ f of z അനാലിറ്റിക് അല്ല. അതായത് 1ഉം 2ഉം വരുന്ന ഒരു റീജിയനിലും ഒരു ഡൊമൈനിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവില്ല. സോ 1ഉം 2ഉം ഇല്ലാത്ത റീജിയനാണ് നമ്മൾ, ഡൊമൈൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് ചെയ്യേണ്ടത് നമ്മുടെ സെൻറ്റർ ഏതാണെന്ന് നോക്കണം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള സെൻറ്റർ അബൌട്ട് സെഡ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 സെൻറ്ററായിട്ട് 1ലൂടെയും 2ലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾസ് വരയ്ക്കാം. 0 സെൻറ്ററായിട്ട് 1ലൂടെയും 2ലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഓക്കെ 0 സെൻറ്ററായിട്ട് 1ലൂടെ പാസ് ചെയ്യുന്ന സർക്കിളും 2ലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസും വരയ്ക്കും. 2 സർക്കിൾസ്, കോൺസെൻട്രിക് സർക്കിൾസ്. ദെൻ ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 2, സപ്പോസ് ദാറ്റ്. ദെൻ 1ലും 2ലുമാണ് പ്രോബ്ലം ഉള്ളത്. ബാക്കിയുള്ള ഒരു പോയിന്റിലും ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സോ 1ഉം 2ഉം ഇല്ലാത്ത ഏത് റീജിയൻ എടുത്താലും എഫ് ഓഫ് സെറ്റ് അവിടെ അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ അവിടെ 3 റീജിയൻസ് നമുക്ക് കിട്ടും. ഫസ്റ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ, ദാറ്റ് ഈസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ 0 ആണ്. അപ്പോൾ മോഡ് സെറ്റ് മൈനസ് 0, ദാറ്റ് ഈസ് മോഡ് സെറ്റ്. ഫസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ലെസ് ദാൻ 1, ഇൻറ്റീരിയർ ആണ് എടുക്കുന്നത്. കാരണം സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണ് സർക്കിൾ, പക്ഷേ 1ൽ അനാലിറ്റിക് അല്ല. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1. ദെൻ അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ 2 സർക്കിളിന് ഇടയ്ക്ക് കുഴപ്പമില്ല, പിന്നെ 2ലാണ് പ്രശ്നം. അപ്പോൾ ഈ 2 സർക്കിളിന് ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 1ന് ഔട്ട് സൈഡും മോഡ് സെഡ് ഈക്വൽ ടു 2ന് ഇൻസൈഡുമാണ്. സോ കമ്പൈൻ ചെയ്താൽ ഫസ്റ്റ് വൺ മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ്, സെക്കൻഡ് വൺ 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2. ഇനി തേർഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സർക്കിളിന് പുറത്താണ്. ദാറ്റ് ഈസ് മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ് സർക്കിൾ, അതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2. സോ ദിസ് ഈസ് D1, ദിസ് ഈസ് D2 ആൻഡ് ദിസ് ഈസ് D3. 3 റീജിയൻസ് കിട്ടും. ഈ 3 റീജിയൻസിലും നമുക്ക് ലോറൻറ്റ് സീരീസ് എഴുതാം യൂസിങ് മാക്ലോറിൻ സീരീസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻ D1 സച്ച് ദാറ്റ് മോഡ് സെഡ് ലെസ് ദാൻ 1. മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ്. എഫ് ഓഫ് സെഡ് 1 ബൈ സെഡ് മൈനസ് 1 മൈനസ് 1 ബൈ സെഡ് മൈനസ് 2. എബൌട്ട് സെഡ് ഈക്വൽ ടു 0 ആണ് നമ്മൾ സീരീസ് എക്സ്പാൻഷൻ എഴുതേണ്ടത്. അതായത് സെഡ് മൈനസ് 0ൻ്റെ പവേഴ്സ്, അതായത് സെഡിൻ്റെ പവേഴ്സാണ് വരേണ്ടത്. അപ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 2 സീരീസാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. 1 ബൈ 1 മൈനസ് സെഡും 1 ബൈ 1 പ്ലസ് സെഡും. ഈ സീരീസ് ഇത് രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ എഫ് ഓഫ് സെഡിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ 1 മൈനസ് സെഡ് വരാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് എടുക്കുക, മൈനസ് 1 ബൈ 1 മൈനസ് സെഡ്. ഇവിടെ 1 ബൈ
മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ് അല്ലേ? ഇവിടെ കറക്റ്റ് നമുക്ക് 1 മൈനസ് സെഡ് എന്ന് കിട്ടും. മോഡ് സെഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഡയറക്റ്റ് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സീരീസ്. ഇവിടെ പക്ഷേ മോഡ് സെഡ് -2 ആണ്. അതിൽ മോഡ് സെഡ് ലെസ് ദാൻ 1 അപ്ലൈ ചെയ്യണമെങ്കിൽ മോഡ് സെഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോഡ് z/2 ലെസ് ദാൻ 1/2 എന്ന് കിട്ടും, വിച്ച് ഈ ലെസ് ദാൻ 1. അപ്പോൾ മോഡുലസ് ഓഫ് z/2 എന്ന് വരണം. z/2 എന്നുള്ള ടേം വരണമെങ്കിൽ നമ്മളിവിടെ 2 ഔട്ട്സൈഡ് എടുക്കണം. 2 ഔട്ട്സൈഡ് എടുത്താൽ z/2 -1 എന്ന് വരും. അപ്പോൾ 1 മൈനസ് ഫോമിലാണ് നമ്മളിവിടെ. അപ്പോൾ അത് 1 മൈനസ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ഔട്ട്സൈഡ് എടുത്താൽ ഫസ്റ്റ് ടേം -1/1 മൈനസ് z മൈനസ് 1/-2 ഔട്ട്സൈഡ് എടുത്താൽ 1 മൈനസ് z/2 എന്ന് വരും. ദാറ്റ് ഈസ് -1/1 മൈനസ് z മൈനസ് മൈനസ് പ്ലസ് 1/2 ഇൻറ്റു 1 മൈനസ് z/2. ദെൻ -1/1 മൈനസ് z പ്ലസ് 1/2 ഇൻറ്റു 1/1 മൈനസ് z/2. ഈ മോഡ് z/2 എന്താണ്? ലെസ് ദാൻ 1 ആണ്. മോഡ് z ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് ഡയറക്റ്റ് സീരീസ് അപ്ലൈ ചെയ്യാം. സീരീസ് വരുന്നത് മൈനസ് കോമൺ ആണ്. 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ z-ൻ്റെ സ്ഥാനത്ത് z/2 ആണ്. 1 പ്ലസ് z/2 പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് z/2 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ദെൻ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1 മൈനസ് z മൈനസ് z² മൈനസ് z³ മൈനസ് എക്സെട്ര പ്ലസ് 1/2 പ്ലസ് z/2 സ്ക്വയർ പ്ലസ് z²/2 ക്യൂബ് plus etc. So by cancelling we get -1 and plus 1/2, it is -1/2 minus z and z/4 plus z/4, that is -3/4 z and minus z² plus z²/8, this -7/8 z² minus 15/16 z³ minus etc. This is the Laurent series expansion in the first domain D1 such that mod z less than 1, and in D2 1 less than mod z less than 2 ആണ്. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. 1 ലെസ് ദാൻ മോഡ് z, അതിനെങ്ങനെ എഴുതാം? മോഡ് z ഗ്രേറ്റർ ദാൻ 1. അതുപോലെ സെക്കൻഡ് പാർട്ട് മോഡ് z ലെസ് ദാൻ 2. ഇപ്പോൾ രണ്ടിലും ലെസ് ദാൻ 1 വരണം. ഇവിടെ ലെസ് ദാൻ 1 വരാൻ മോഡ് z/2 ലെസ് ദാൻ 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മോഡ് z/2 മതി. ഇവിടെ മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കാം. 1/z മോഡുലസ് ലെസ് ദാൻ 1. അപ്പോൾ 1/z വരണം. അതുപോലെ z/2 വന്നാൽ നമുക്ക് സീരീസ് എക്സ്പാൻഡ് ചെയ്യാം. എഫ് ഓഫ് z നമുക്കറിയാം 1/z മൈനസ് 1 മൈനസ് 1/z മൈനസ് 2. അപ്പോൾ 2 വരുന്നത് z-2ൻ്റെ ടേമിലും ഇത് ആദ്യത്തെ ടേമിൽ അപ്ലൈ ചെയ്യാം. സോ ആദ്യത്തെ ടേമിൽ വരേണ്ടത് 1/z ആണ്. 1/z വരണമെങ്കിൽ ഈ 1ൻ്റെ താഴെ ഒരു z വരണം. അത് വരണമെങ്കിൽ നമ്മൾ z ഔട്ട്സൈഡ് എടുക്കണം. z 1 മൈനസ് 1/z എന്ന് വരും. മൈനസ് ഇനിയുള്ളത് z/2 എന്ന് വരണം. z/2 വരണമെങ്കിൽ 2 ഔട്ട്സൈഡ് എടുക്കണം. 1/2 ഇൻറ്റു z/2 മൈനസ് 1. സോ 1/z ഇൻറ്റു 1 മൈനസ് 1/z. ഇവിടെ z/2 മൈനസ് 1 ആണ്. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് z/2 എന്ന് എഴുതണമെങ്കിൽ ഒരു മൈനസ് കൂടെ ഔട്ട്സൈഡ് എടുക്കണം. സോ വി ഗെറ്റ് 1/z ഇൻറ്റു 1/1 മൈനസ് 1/z പ്ലസ് 1/2 ഇൻറ്റു 1/1 മൈനസ് z/2 എന്ന് വരും. ഇനി 1/zൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ്. ആൻഡ് z/2ൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ Maclaurin series 1/1 minus z. That's equal to 1/z into 1 plus z ൻ്റെ സ്ഥാനത്ത് 1/z ആണ്. 1/z²
plus 1 by z cube plus etc. And second one 1 by 2 into z in the stanza z by 2 ആണ് 1 by 2 into 1 plus z by 2 plus z square by 2 square plus z cube by 2 cube plus etc. So this is the Laurent series expansion of the given function f of z in D2, that is 1 less than mod z less than 2. ഇനി ഇതിനെ വേണമെങ്കിൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇൻ D3 തേർഡ് ഡൊമൈൻ mod z greater than 2, ഇതിനെ also in the form 2 less than mod z less than infinity എന്ന് എഴുതാം. Or so here mod z greater than 2, therefore 1 by mod z എന്ത് വരും? റെസിപ്രോക്കൽ എടുത്താൽ 1 by z മോഡുലസ് ലെസ് ദാൻ 1 by 2 എന്ന് വരും. Okay, then multiplying by 2 we get 2 by mod z, sorry, modulus of 2 by z less than 2 by 2, that's equal to 1. That is modulus of 2 by z എന്നുള്ള ടേം വരുന്ന വിധത്തിൽ അതിനെ റീഅറേഞ്ച് ചെയ്യണം. This also less than 1. So f of z 1 by z minus 1 minus 1 by z minus 2. So 1 by ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 1 by z ആണ്. 1 by z എന്ന് വരണമെങ്കിൽ നമ്മൾ z ഔട്ട് സൈഡ് എടുക്കണം. 1 മൈനസ് 1 by z മൈനസ് 1 by ഇവിടെ 2 by z എന്ന് വരണം. 2 by z എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ഔട്ട് സൈഡ് എടുക്കണം? z ഔട്ട് സൈഡ് എടുക്കണം. 1 മൈനസ് 2 by z എന്ന് വരും. സോ ഇവിടെ 1 by z മോഡുലസ് ലെസ് ദാൻ 1 ആണ്. 2 by z മോഡുലസും ലെസ് ദാൻ 1 ആണ്. സോ ഡയറക്റ്റ്ലി അപ്ലൈ ദ ലോറന്റ് സീരീസ് ഓഫ് 1 by 1 minus z. 1 by z into 1 by 1 minus 1 by z, then minus 1 by z into 1 by 1 minus 2 by z. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 by z into z സ്ഥാനത്ത് 1 by z, 1 plus 1 by z plus 1 by z square plus 1 by z cube plus etc. minus 1 by z into 1 plus 2 by z ആണ് 2 by z plus 4 by z square plus 8 by z cube plus etc. So 1 by z into 1 plus 1 by z plus 1 by z square plus etc. 1 by z common ആണ് minus 1 minus 2 by z minus 4 by z square minus etc. By simplification we get 1 by z into 1 and cancel. 1 by z minus 2 by z ആണ് minus 1 by z minus 3 by z square minus 7 by z cube minus etc. Then 1 by z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ minus 1 by z square minus 3 by z cube minus 7 by z raised to 4 minus etc. So this is the Laurent series expansion of f of z equal to minus 1 by z minus 1 into z minus 2 in D3. We have another problem. Find all Laurent series expansion of f of z equal to 1 by z cube minus z raised to 4 with the center z equal to 0. So here f of z എന്ന് പറയുന്നത് 1 by z cube minus z raised to 4 ആണ്. Center 0 ആണ്. So by partial fraction we can z cube outside എടുത്താൽ 1 minus z, that's equal to minus 1 by z cube into z minus 1 എന്ന് എഴുതാം. 1 minus z minus 1 ആകുമ്പോൾ ഒരു മൈനസ് taken outside. So ഇതിനെ by method of partial fraction we have a by z plus b by z square plus c by z cube plus d by z minus 1. So that's equal to a by z square into z minus 1 plus a into z square into z minus 1 plus b into z into z minus 1 plus c into z minus 1
പ്ലസ് ഡി ഇൻറ്റു സെഡ് ക്യൂബ് എന്നെഴുതാം. ഹോൾ ഡിവൈഡ് ബൈ സെഡ് ക്യൂബ് ഇൻറ്റു സെഡ് മൈനസ് 1. So by equating the numerator we get minus 1 equal to a into z square into z minus 1 plus b into z into z minus 1 plus c into z minus 1 plus d into z cube. By putting z equal to 0 we get minus 1 equal to c. So c equal to minus 1. Put z equal to 1 we get d equal to d equal to minus 1. And by equating the coefficient of z cube on both sides, left side 0 ആണ്, right side a and d, a plus d equal to 0, so a equal to minus d, that is a equal to minus 1, that is 1. And by equating the coefficient of z square and the coefficient minus a plus b എന്ന് വരും. So 0 equal to minus a plus b, that is a equal to b, a equal to we have 1, so b equal to also 1. Therefore f of z equal to a by z ആയിരുന്നു, 1 by z plus b by z square plus c by, that is again c is minus 1. Here minus c equal to minus 1, sorry for that. Z in a 0 എടുത്താൽ 0 minus 1, that is minus c equal to minus 1, so c equal to 1. C equal to 1 by z cube minus d means minus 1. So minus 1, that is 1 by z minus 1, d by z minus 1. So we get f of z equal to 1 by z plus 1 by z square plus 1 by z cube minus 1 by z minus 1. Now f of z is analytic except at z equal to 0 and z equal to 1. Z equal to 0 ആകുമ്പോഴും z equal to 1 ആകുമ്പോഴും f of z analytic അല്ല. That is 0യും 1ഉം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവില്ല. ദാറ്റ് ഈസ് 0യും 1ഉം കണ്ടെയ്ൻ ചെയ്യാത്ത റീജിയനിലെല്ലാം എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ റീജിയൻ കണ്ടുപിടിക്കാൻ, ഡൊമൈൻ കണ്ടുപിടിക്കാൻ നമ്മുടെ സെൻറ്റർ 0 ആണ്. 0 സെൻറ്ററായിട്ട് 0യിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് 0 ആണ്. 0യിലൂടെയും 1യിലൂടെയും പാസ് ചെയ്യുന്ന ഒരു രണ്ട് സർക്കിൾസ് വരയ്ക്കുക. 0 സെൻറ്ററായിട്ട് 0യിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് പോയിൻ്റ് 0 തന്നെയാണ്. ദെൻ 1യിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിലും അതുപോലെ ഈ പോയിന്റിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ല, 1ലും 0യിലും. അപ്പോൾ ഈ സർക്കിളിനുള്ളിൽ ഇൻറ്റീരിയറിൽ അനാലിറ്റിക് ആണ്, പക്ഷേ 0യിൽ അനാലിറ്റിക് അല്ല. അപ്പോൾ 0ന് സർക്കിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ 0 ആണ്. അപ്പോൾ മോഡ് സെഡ് സർക്കിളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ലെസ് ദാൻ 1, 0നെ ഒഴിവാക്കണം. സോ 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1. സർക്കിളിന് പുറത്ത് എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1. സോ ദിസ് ഈസ് D1 ആൻഡ് ദിസ് ഈസ് D2. ഈ രണ്ട് റീജിയനിലുമാണ് നമ്മൾ കാണേണ്ടത്. സോ ഫസ്റ്റ് വൺ ഇൻ D1, 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1. അപ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി z ഈക്വൽ ടു 0 ആണ് സെൻറ്റർ, അതായത് z മൈനസ് 0യുടെ അല്ലെങ്കിൽ z-ൻ്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. എഫ് ഓഫ് സെഡ് നമുക്കറിയാം 1 ബൈ z പ്ലസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ബൈ z ക്യൂബ് മൈനസ് 1 ബൈ z മൈനസ് 1 ആണ്. ഇതിൽ 1 ബൈ z 1 ബൈ z സ്ക്വയർ 1 ബൈ z ക്യൂബ് ഇതെല്ലാം ആൾറെഡി z-ൻ്റെ പവേഴ്സിലാണ്. ഇവിടെ z ആണ് വരുന്നത്, പക്ഷേ ഇവിടെ z മൈനസ് 1ൻ്റെ പവറിലാണ്. അതിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 3 ടേമിന് മാറ്റമൊന്നുമില്ല. 1 ബൈ z പ്ലസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ബൈ z ക്യൂബ് മൈനസ് ഇവിടെ വരേണ്ടത് മോഡ് z ലെസ് ദാൻ 1 ആണ്. സോ ഇവിടെ z-ൻ്റെ ഫോമിൽ തന്നെയാണ്. അപ്പോൾ 1 ബൈ 1 മൈനസ് z അല്ലെങ്കിൽ 1 പ്ലസ് z ആണ് നമ്മുടെ ടേം. അപ്പോൾ 1 z മൈനസ് 1 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ 1 മൈനസ് എന്നുള്ള ഫോമിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. സോ 1 ബൈ 1 മൈനസ് z. അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് വന്നതുകൊണ്ട് പ്ലസ് വരും, 1 ബൈ 1 മൈനസ് z. ഇനി ഈ 3 ടേമിലും ചേഞ്ച് ചെയ്യേണ്ട, ഇതിൽ മക്ലോറിൻ സീരീസ് അപ്ലൈ ചെയ്യാം. സോ 1 ബൈ z പ്ലസ് 1 ബൈ z സ്ക്വയർ
plus 1 by z cube plus 1 by 1 minus z means 1 plus z square plus etc. So we get bracket expand ചെയ്ത് കഴിഞ്ഞാൽ 1 by z plus 1 by z square plus 1 by z cube plus add ചെയ്യാനൊന്നുമില്ല 1 plus z square plus etc. This is in D1 0 less than mod z less than 1 ഉള്ള സീരീസ് ഇതായിരിക്കും. Then in D2 such that mod z greater than 1, that is another formula 1 less than mod z less than infinity എന്നും എഴുതാം. അപ്പോൾ mod z greater than 1 ആണ്. അപ്പോൾ 1 by mod z എടുത്താൽ അല്ലെങ്കിൽ 1 by z മോഡുലസ് എടുത്താൽ ലെസ് ദാൻ 1 ആവും. 1 by z എന്നുള്ള ടേം വന്നാൽ നമുക്ക് മക്ലോറിൻ സീരീസ് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ 3 ടേമിന് മാറ്റമില്ല. 1 by z 1 by z സ്ക്വയർ പ്ലസ് 1 by z ക്യൂബ് നാലാമത്തെ ടേം 1 by z മൈനസ് 1 ആണ്. സോ 1 by z പ്ലസ് 1 by z സ്ക്വയർ പ്ലസ് 1 by z ക്യൂബ് ഇതിനെ ചേഞ്ച് ചെയ്യണം. 1 by z വരണം. 1 by z വരണമെങ്കിൽ നമ്മൾ z ടേക്കൺ ഔട്ട് സൈഡ് മൈനസ് 1 by z ഇൻറ്റു 1 മൈനസ് 1 by z. അപ്പോൾ 1 by z മോഡുലസ് ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് 1 by 1 മൈനസ് z എന്നുള്ള സീരീസ് അപ്ലൈ ചെയ്യാം. z സ്ഥാനത്ത് 1 by z ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 by z പ്ലസ് 1 by z സ്ക്വയർ പ്ലസ് 1 by z ക്യൂബ് മൈനസ് ഇവിടെ ഒരു 1 by z ഉണ്ട് 1 by z ഇനി 1 by 1 മൈനസ് 1 by z ആണ്. So 1 by z plus 1 by z square plus 1 by z cube minus 1 by z into 1 plus 1 by z plus 1 by z square plus etc. Then by removing the brackets we get 1 by z plus 1 by z square plus 1 by z cube minus 1 by z minus 1 by z square minus 1 by z cube minus etc. So we get 1 by z getting cancelled, 1 by z square and 1 by z cube are getting cancelled. The first term minus 1 by z raised to 4 minus 1 by z raised to 5 minus 1 by z raised to 6 minus etc. ഇത് D2 that is mod z greater than 1 expansion ആയിരിക്കും. So this is the two Laurent series expansion of the given function. Now next we have another problem. Find all Taylor and Laurent series of f of z equal to minus 2z plus 3 divided by z cube minus 3z plus 2 with center 0. Taylor സീരീസും ലോറൻറ്റ് സീരീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ അനാലിറ്റിക് ആയ റീജിയൻ കണ്ടുപിടിക്കുക. അനാലിറ്റിക് റീജിയൻ ആണെങ്കിൽ അവിടെ ടൈലർ സീരീസും ലോറൻറ്റ് സീരീസും സെയിം ആയിരിക്കും. സോ എഫ് ഓഫ് സെഡ് തന്നിട്ടുള്ളത് മൈനസ് 2z പ്ലസ് 3 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 ആണ്. സോ മൈനസ് 2z പ്ലസ് 3 ഡിനോമിനേറ്റർ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 എന്ന് കിട്ടും. ദെൻ മൈ method of a partial fraction a by z minus 1 plus b by z minus 2, that is a into z minus 2 plus b into z minus 1 whole divided by z minus 1 into z minus 2. By equating the numerators we get minus 2z plus 3 equal to a into z minus 2 plus b into z minus 1. To find the values of a and b, put z equal to, first we put z equal to 1, that implies minus 2 plus 3, 3 minus 2, that is 1, 1 equal to, here it is minus a, so a equal to minus 1, then put z equal to 2, that implies we get minus 4 plus 3, that is minus 1 equal to b, that is b equal to minus 1. So a and b are minus 1, then f of z equal to a by minus 1 by z minus 1 plus b by, that is minus 1 by z minus 2. These are a and b. Then we find f of z കിട്ടി. ഇനി f of z അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് z equal to 1 z equal to 2 ആണ്. അപ്പോൾ z equal to 1 2 കണ്ടെയ്ൻ ചെയ്യാത്ത ഏത് റീജിയനിലും ഇത് അനാലിറ്റിക് ആണ്. ഡൊമൈൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ ഏതെന്ന് നോക്കുക. സെൻറ്റർ 0 ആണ്. അപ്പോൾ 0 സെൻറ്ററായിട്ട് ഈ രണ്ട് പോയിൻറ്റ്സിലൂടെ 1ലൂടെയും 2ലൂടെയും പാസ് ചെയ്യുന്ന രണ്ട്
സർക്കിൾസ് വരയ്ക്കുക. 0 സെൻറ്ററാണ്, 1 പാസ് ചെയ്യുന്ന ഒരു സർക്കിളും 2 പാസ് ചെയ്യുന്ന മറ്റൊരു സർക്കിളും. 1 2 പാസ് ചെയ്യുന്ന 2 സർക്കിൾസ് വരയ്ക്കാം. ഓക്കെ, x, y, this is 1 and this is 2, -1, -2. z equal to 1 പാസ് ചെയ്യുന്ന സർക്കിൾ. അപ്പോൾ 1 അനാലിറ്റിക് അല്ല, പക്ഷേ റീജിയൻ്റെ ഉള്ളിൽ, സർക്കിളിൻ്റെ ഉള്ളിൽ അനാലിറ്റിക് ആണ്. ദറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ 1 ആണ് ആദ്യത്തെ റീജിയൻ, D1 എന്ന് നമ്മൾ കൊടുക്കുന്നത്. ദെൻ D2 എന്ന് പറഞ്ഞാൽ ഈ 2 സർക്കിളിന് ഇടയ്ക്കുള്ള പോർഷനാണ്, അവിടെയും പ്രോബ്ലം ഇല്ല. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 ആണ്. ആൻഡ് ദെൻ സർക്കിളിന് പുറത്ത് ദാറ്റ് ഈസ് D3 മീൻസ് മോഡ് z ഗ്രേറ്റർ ദാൻ 2. That is, these 3 are regions D1, D2 and D3. Then now we have to find the series in these 3 regions. That is, first one in D1 such that mod z less than 1. Mod z less than 1 നമുക്കറിയാം f of z എന്ന് പറഞ്ഞാൽ -1/z -1 -1/z -2 ആണ്. അപ്പോൾ ഇതിൽ മോഡ് z ലെസ് ദാൻ 1 ആണ് നമ്മുടെ എക്സ്പാൻഷൻ. ഇപ്പോൾ 1 എന്ന ഫോമിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ 1 - z എന്ന് എഴുതാം. മോഡ് z ലെസ് ദാൻ 1 ആണ്. ദെൻ മോഡ് z/2 ലെസ് ദാൻ 1/2 എന്ന് എഴുതാം. ദറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ z/2 വരണം. ദറ്റ് ഈസ് z/2 വരണമെങ്കിൽ ടേക്കൺ 2 ഔട്ട് സൈഡ്സ്. z/2 -1, മൈനസ് മൈനസ് പ്ലസ്, സോ 1/1 - z. ദെൻ ഹിയർ ഇവിടെ z/2 -1 ആണ്, അതിന് 1 - z/2 എന്ന് എഴുതണമെങ്കിൽ അനദർ മൈനസ് എടുക്കുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് 1/2 ഇൻറ്റു 1 - z/2. അപ്പോൾ രണ്ടും 1/1 - z ഫോമിലാണ്. ഇവിടെ മോഡ് z ലെസ് ദാൻ 1 ആണ്, ഇവിടെ മോഡ് z/2 ലെസ് ദാൻ 1 ആണ്. സോ അപ്ലൈയിങ് ദി സീരീസ് വി ഗെറ്റ് 1 + z + z² + എക്സെട്ര പ്ലസ് 1/2 ഇൻറ്റു സെഡിൻ്റെ സ്ഥാനത്ത് z/2 ആണ്, 1 + z/2 + z²/4 + എക്സെട്ര. ദാറ്റ് ഈസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3/2 + 5/4 ഇൻറ്റു z + 9/8 ഇൻറ്റു z² + എക്സെട്ര. That is the Laurent series expansion in D1. Now in D2 such that 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. ഈ റീജിയനിൽ 2 കണ്ടീഷൻ ഉണ്ട്. 1 ലെസ് ദാൻ മോഡ് z, ദറ്റ് ഈസ് മോഡ് z ഗ്രേറ്റർ ദാൻ 1. ദെൻ 1/മോഡ് z, മോഡ് z 1/z മോഡ്ലെസ് ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് പാർട്ട് മോഡ് z ലെസ് ദാൻ 2 ആണ്. അതിൽ നമുക്ക് എന്ത് എഴുതാം? മോഡ് z/2 ഈസ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. സോ ദീസ് ആർ 2 കണ്ടീഷൻ. ഒന്നിൽ 1/z എന്നുള്ള ടേമിൽ വരണം, മറ്റേത് രണ്ടാമത്തേത് z/2 എന്നുള്ള ടേമിൽ വരണം. സോ f of z ഈക്വൽ ടു -1/z -1 -1/z -2 ആണ്. ദറ്റ് ഈസ് -1/z വരണമെങ്കിൽ z ടേക്കൺ ഔട്ട് സൈഡ്, z ഇൻറ്റു 1 - 1/z -1/ ഇവിടെ z/2 വരണം. ദെൻ 2 ടേക്കൺ ഔട്ട് സൈഡ്, 2 z/2 -1. ദെൻ 1 - എന്നുള്ള ഫോമിലാക്കണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് വരണം. So we get -1/z into 1 - 1/z, then plus 1/2 into 1 - z/2. That is -1/z into 1/1 - 1/z എന്ന് വരും. 1/2 into 1/1 - z/2. മോഡ്ലെസ് 1/z 1 ആണ്, മോഡ്ലെസ് z/2 1 ആണ്. So applying the Maclaurin series we get -1/z into 1 plus z-ൻ്റെ സ്ഥാനത്ത് 1/z ആണ്. So 1/z plus 1/z² plus etc. Then second bracket 1/2 into plus 1/2 into z-ൻ്റെ സ്ഥാനത്ത് z/2 ആണ്, 1 plus z/2 plus z²/4 plus etc. So this is the series expansion in D2. Then in D3
such that mod z greater than 2 or 2 less than mod z less than infinity. In D3 mod z greater than 2 ആണ്. Then reciprocal എടുത്താൽ modulus of 1 by z is less than 1 by 2 which is less than 1. അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതിയാൽ mod z by 2 mod z by 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 2 by z എന്ത് വരും, ലെസ് ദാൻ 1 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസാണ് ആ രണ്ട് ടേം വരുന്ന വിധത്തിൽ, അതായത് 1 by z വരണം, 2 by z വരുന്ന വിധത്തിൽ വേണം നമ്മൾ എഫ് ഓഫ് സെഡിനെ മാറ്റി എഴുതാൻ. എഫ് ഓഫ് സെഡ് നമുക്കറിയാം -1 by z minus 1 ആണ്, -1 by z minus 2 ആണ് സെക്കൻഡ് ടേം. അപ്പോൾ -1 by ആദ്യത്തെ ടേമിൽ വരേണ്ടത് 1 by z ആണ്. സോ ടേക്കിംഗ് z ഔട്ട്സൈഡ് വി ഗെറ്റ് 1 minus 1 by z. മൈനസ് രണ്ടാമത്തേൽ വരേണ്ടത് 2 by z ആണ്. സോ 2 by z വരണമെങ്കിൽ നമ്മൾ z ഔട്ട്സൈഡ് എടുക്കണം, താഴെയാണ് z വരേണ്ടത്. സോ z ഇൻറ്റു 1 minus 2 by z എന്ന് വരും. 1 by z മോഡുലസ് അതുപോലെ 2 by z മോഡുലസ് രണ്ടും ലെസ് ദാൻ 1 ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ മക്ലോറിൻ സീരീസ് -1 by z ഇൻറ്റു 1 by 1 minus 1 by z ആണ് ആദ്യത്തേത്. രണ്ടാമത്തേത് -1 by z ഇൻറ്റു 1 by 1 minus 2 by z ആണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 by z ഇൻറ്റു 1 പ്ലസ് സെഡിൻ്റെ സ്ഥാനത്ത് 1 by z, 1 by z പ്ലസ് 1 by z സ്ക്വയർ പ്ലസ് 1 by z ക്യൂബ് പ്ലസ് എക്സെട്ര -1 by z ഇൻറ്റു 1 ഇത് 2 by z ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് 2 by z പ്ലസ് 4 by z സ്ക്വയർ പ്ലസ് 8 by z ക്യൂബ് പ്ലസ് എക്സെട്ര. ദെൻ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, സിംപ്ലിഫൈ ചെയ്താൽ -2 by z -3 by z സ്ക്വയർ -5 by z ക്യൂബ് മൈനസ് എക്സെട്ര. ദിസ് ഈസ് ദി ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഇൻ D3 such that mod z greater than 2. Okay, thank you.